ഈ മണ്ണ് മതേതര മണ്ണാണ്. അതൊരു വർഗീയവാദിക്കും അടിയറക്കുന്ന പ്രശ്നമില്ല. ഏറെ മുഖവരുകളുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നമസ്തേ. RV ജലീലിക്ക വഴിയായിട്ടാണ് ഇതിങ്ങനെ ഞങ്ങള് മനസ്സിലായി. ഒന്ന് ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ ഈ സമയത്ത് ഇന്റർവ്യൂ കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ ഒരു വലിയ പ്രൗഢിയും ഇതൊന്നും പലപ്പോഴും CHനെ കാണുമ്പോൾ തോന്നാറില്ല. ഒരു എന്താ പറയാ, ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഗ്ലാമർ ആവാം. എന്താണ് അങ്ങനത്തെ ഒരു? അല്ല, ഞാൻ ഈ നാട്ടില് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ്റെ മകനാണ്. എനിക്ക് പറയാൻ അങ്ങനെ വലിയ ഒരു പാരമ്പര്യം പറയാനോ ഒരു കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു പിൻബലമോ ഇതൊന്നുമില്ലാതെ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ മകനായിട്ട് ജനിച്ച ആളാണ് ഞാൻ. വിദ്യാർത്ഥി കാലം തൊട്ട് തന്നെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് ഉണ്ടായി. പക്ഷേ ഞാൻ എൻ്റെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് തന്നെ നാട്ടിലെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നേതാക്കളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രോത്സാഹനം നൽകി എന്നെ വളർത്തിയെടുത്താണ്. അല്ലാതെ എനിക്ക് മറ്റൊരു സംഗതിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ജീവിതവും എൻ്റെ രീതിയും എൻ്റെ ശൈലിയും ഒക്കെ ഒരു സാധാരണമായിട്ടുള്ളൊരു ജീവിതമാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു വലിയ പ്രൗഢിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളുടെ ഒരു വലിപ്പോ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ബോധർ ചെയ്യാറില്ല. ഇപ്പോൾ മണ്ഡലത്തിൽ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾ പല സ്ഥലത്തുനിന്നും കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു വിവാദം. ഒന്ന്, മുസ്ലിം ലീഗിനെ പറ്റിയിട്ട്. മുസ്ലിം ലീഗ് മതപാർട്ടിയാണ്, ഒരു വർഗീയ പാർട്ടിയാണ്. അതിൻ്റെ കൊടിയിൽ അതിൻ്റെ അടയാളമുണ്ട്, കൊടിയുടെ നിറമുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഗുരുവായൂർ കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് ഒരു ഹിന്ദു ആള് ഉണ്ടായിട്ടില്ല, നിയമസഭയിലേക്ക് വന്നിട്ടില്ല എന്ന്. തികച്ചും വർഗീയമായിട്ടുള്ള ഒരു പരാമർശങ്ങളാണ്. എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത്? അല്ല, നമ്മുടെ നാട് എത്രമാത്രം മതേതരമാണ്, എത്രമാത്രം മതസൗഹാർദ്ദം നിൽക്കുന്ന നാടാണ്. ആ നാടിനെ ഇങ്ങനെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ ഇതിനെ വേർതിരിക്കാനും വിഭജിക്കാനും നടത്തുന്ന പരിശ്രമമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ. നമ്മൾ എത്രയോ മനോഹരമായ അനുഭവങ്ങളുള്ള അതിൻ്റെ പാരമ്പര്യവും പൈതൃകവും പേറുന്നൊരു നാടാണ് മലയാളം, കേരളം. അവിടെ ഇത്തരത്തിലൊരു പരാമർശം തന്നെ ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. അത് അദ്ദേഹം നടത്തി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഈ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നഗരി ഉൾപ്പെടുന്ന ഒരു നിയോജകമണ്ഡലമാണ്. ഗുരുവായൂരിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ മതേതരത്തെ മുറുകെ പിടിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യമാണുള്ളത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ക്ഷേത്രത്തിന് തീപിടിച്ച ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കടത്താൻ വന്നത് ആരാണ്? മറ്റു മതവിഭാഗത്തിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്താണ് ഈ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ക്രിസ്തീയ ദേവാലയം ഉണ്ടായത് നമ്മുടെ നിയോജകമണ്ഡലത്തിലാണ്, പാലിയൂര്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത്. അവിടെ ഇത്തരം സംഗതികൾക്കൊന്നും ഒരു വിലയുണ്ടാവില്ല. ആ വിത്ത് ഇവിടെ മുളക്കാൻ പോലില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിന് ഇവരുടെ നേതാക്കൾ തന്നെ എത്രയോ വട്ടം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ഒരിക്കലും വർഗീയമായ ഒരു സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞ് ഇവരുടെ നേതാക്കളുമാണ്. ഇപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി വർഗീയമായ നിലപാടിലേക്ക് അവർ പോകുമ്പോൾ അവരത് പറയുന്നതെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തുണ്ടായതിനു ശേഷം മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള പ്രവർത്തനം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി ആകുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് സംസ്കൃത സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മുസ്ലിം ലീഗ്
നേതൃത്വം കൊടുക്കുന്ന കാലത്താണ് പല രീതിയിലുള്ള ഇത്തരം സംഗതികൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെയൊക്കെ മുസ്ലിം ലീഗ് വർഗീയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞാൽ ആരാണ് ഇതിനൊക്കെ ഉൾക്കൊള്ള വിശ്വസിക്കുകയും ചെയ്യുക? ഒരിക്കലും മുസ്ലിം ലീഗിനെ അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർ എത്ര പരിശ്രമിച്ചാലും കഴിയില്ല. മുസ്ലിം ലീഗ് എന്നും മതേതര നിലപാട് സ്വീകരിച്ചതാണ്. എല്ലായിടങ്ങളിലും വർഗീയത ഉണ്ടാകുമ്പോഴും അതിനെ തടഞ്ഞു നിർത്താൻ, അതിനെ തടയാനും അതിനെ പ്രതിരോധിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചത്. കേരളത്തിൽ തന്നെ വർഗീയ സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം വർഗീയ സംഘടനകൾ ശക്തിപ്പെടുന്ന സമയത്ത് അതിനെതിരെ പോരാടിയ ആരാണ്? നിങ്ങൾക്കറിയില്ലേ? അബ്ദുൽ നാസർ മഅ്ദനി ഇവിടെ ഒരു PDP-യുമായി ബന്ധപ്പെട്ട് ചില ശക്തമായ തീവ്രവാദ നിലപാട് സ്വീകരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ പറയാൻ കഴിയില്ല, അതുണ്ടായിരുന്നു. ആ കാലത്ത് ഇവർ അതിനു വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ഞങ്ങളതിനെ പ്രതിരോധിച്ചവരാണ്. അത്തരത്തിലെ മുസ്ലിം മത തീവ്രവാദ സംഭവങ്ങളെ പോലും ശക്തമായി പ്രതിരോധിച്ച മുസ്ലിം സംഘടന മുസ്ലിം ലീഗാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ മേൽ അങ്ങനെ ഒരു ചാപ്പ കുത്താൻ ഇവർക്ക് ആവില്ല. അത് ജനം വിശ്വസിക്കില്ല. കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന യതീന്ദ്രദാസ്, അദ്ദേഹം ഇപ്പോൾ LDF-ന്റെ കൂടെയാണ്. അദ്ദേഹം ആരോപിച്ച വലിയ, പ്രത്യേകിച്ച് പേഴ്സണലാണ് അത്, 40 ലക്ഷം കൊണ്ടുവന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. അങ്ങനെ വലിയൊരു അഴിമതി കൂടി നടന്നതാണ്. ആ 40 ലക്ഷം എന്താ ചെയ്തതെന്നാണ് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം പറയട്ടെ, അദ്ദേഹം എന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് എനിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച ആക്ഷേപത്തിനെതിരെ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണ്, ഞാൻ നോട്ടീസ് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, 40 ലക്ഷം കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? BJP കൊടുക്കാനെന്ന് പറഞ്ഞത്. എന്നിട്ട് BJP-യുടെ വോട്ട് എവിടേക്കാണ് പോയത്? അതൊന്ന് യതീന്ദ്രദാസ് വിശദീകരിക്കണ്ടേ? BJP-യുടെ 33,000 വോട്ട് തൊട്ട് മുമ്പ് 2019 പാർലമെന്റ് ഇലക്ഷന് BJP-ക്ക് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് 2016 അസംബ്ലി ഇലക്ഷന് 25,000-ൽ പരം വോട്ടുണ്ടായിരുന്നു. ഈ 2 വോട്ടും 6,000-ആയിട്ട് കുറയുമ്പോൾ ആ വോട്ട് എവിടേക്കാണ് പോയത്? 77,000 വോട്ട് LDF-ന് വന്നത്. ഞങ്ങൾക്ക് കൂടിയില്ലല്ലോ, UDF-ന് കൂടി. ഞങ്ങൾ അങ്ങനെ BJP-യുമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ആ വോട്ട് BJP-യിൽ നിന്ന് ഞങ്ങൾക്ക് വരാം. BJP-യുടെ വോട്ട് എവിടേക്കാണ് പോയത്? വളരെ ക്ലിയർ അല്ലേ? അതിനുശേഷം 77,000 അക്ബറിന് കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ LDF-ന് കിട്ടിയപ്പോൾ, അത് കഴിഞ്ഞിട്ടുള്ള ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കൂ, എത്ര വോട്ടാണ് കുറഞ്ഞു? BJP-ക്ക് കൂടി. അപ്പൊ ആര് തമ്മിലാ ഡീല് കൃത്യല്ലേ? ഡീല് BJP-യുടെ വോട്ട് LDF-ന് വരുന്നു, LDF-ന്റെ വോട്ട് പാർലമെന്റ് വന്നപ്പോൾ BJP-ക്ക് പോകുന്നു. സ്വാഭാവികമല്ലേ? ഇത് ഡീല് വളരെ ക്ലിയർ ആയിട്ട്, ഇത്രമാത്രം വിസിബിൾ ആയിട്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ എങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചാൽ, എങ്ങനെ മലക്കം പറഞ്ഞിട്ടും കാര്യമില്ല. അത് യതീന്ദ്രദാസിനെ ഒരു കരുവാക്കിക്കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും അത് വളരെ ക്ലിയർ ആണ്, വിസിബിൾ ആണ്. ഈ CH-ന്റെ ഗുരുവായൂരുമായിട്ടുള്ള ബന്ധം, പഠിച്ചത് ശ്രീകൃഷ്ണ കോളേജിലാണെന്ന് അറിയാം. പഠിക്കുന്നു പറയുമ്പോൾ വലിയൊരു സൗഹൃദ വലയുണ്ടാവും തീർച്ചയായിട്ടും. ഒപ്പം ഇപ്പൊ കഴിഞ്ഞ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഈ അമൃത് പദ്ധതി, പ്രസാദ് പദ്ധതിയിലൊക്കെ താങ്കൾ എന്തോ എന്റെയും കൂടിയും അതിനകത്തൊരു പങ്കുണ്ട്, അതെനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നൊക്കെ. അല്ല, അതിലെന്താ സംഗതി ചോദിച്ചാലേ, നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്ര നഗരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരിയാണ്. ആ ക്ഷേത്ര നഗരിയുടെ വികസനത്തിന് പണമില്ലാതെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുകയായിരുന്നു. ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ്, ദീർഘകാലമായി ഭരണം ഇടതുപക്ഷമാണ്. പക്ഷേ ഇടതുപക്ഷം ഭരണം നടത്തുന്നതുകൊണ്ടും ഗുരുവായൂരിൻ്റെ വളർച്ചയും വികസനവും തടസ്സപ്പെടാൻ കഴിയില്ല. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്. അതുകൊണ്ട് നമ്മുടെ എതിർകക്ഷിയാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ആ നാടിൻ്റെ ഒരു വികസനം നഷ്ടപ്പെട്ടു പോകരുത് എന്ന താല്പര്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചതും എന്തുകൊണ്ടാണ് ഗുരുവായൂരിലേക്ക് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നത്, അതിന് ഫണ്ട് വരാത്തത് കൊണ്ടാണ്. അതിന് തടസ്സമായി നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് 3rd ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ, അതുപോലെ അമൃത് പ്രസാദ് പോലെയുള്ള പദ്ധതികൾ അനുവദിക്കണമെങ്കിൽ 1st ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആകണം. അപ്പോൾ ആ 1st ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആകുന്നതിന് നമുക്ക് എന്താണ് മാർഗം എന്ന് ആലോചിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്നത് UDF ആണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് നഗര വകുപ്പ് കൈകാര്യം ചെയ്തത്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലിയുമായി ഞാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ് അന്ന്. ജില്ലാ പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ലെറ്റർ പേഡിൽ അദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ്. ഗുരുവായൂരിന്റെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇത് 3rd ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആണ് എന്നതുകൊണ്ട് അതിനെ 1st ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആക്കുന്നതിന്
ഒരു പ്രത്യേക ഇടപെടൽ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. വകുപ്പ് മന്ത്രി എന്നുള്ള ശ്രീ മംഗലാം കുര്യാലി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കുകയും അതിനുവേണ്ടി പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രപ്പോസൽ വെക്കുകയും, അതാണ് ഞാൻ പറയുന്നു, ഗുരുവായൂരിന് വേണ്ടി UDFന്റെ മന്ത്രിസഭ ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രവൃത്തി, ഒരു സേവനം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ അന്ന്. പക്ഷെ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് UDFന്റെ ഗവൺമെന്റിനും UDFിലെ പ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൻ്റെ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക. അതിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾ മറികടന്ന് ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി. ആ ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷമാണ് ഈ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള പ്രസാദായാലും അമൃത് പദ്ധതിയായാലും ഗുരുവായൂരിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലൊരു എളിയ പങ്കുവരിപ്പുണ്ട് എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ. ഈ അതിന്റെ പേരിൽ വലിയ മെയിൻ നടിച്ച് നടക്കണമെന്നില്ല. അല്ല, അതിൻ്റെ ഒരു ആവശ്യത നമുക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗുരുവായൂരിന്റെ വികസനം നടക്കുന്നത്. ഞാൻ പറയട്ടെ, ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഈ ഗുരുവായൂരിന്റെ വികസനം? ഇപ്പോഴും ഔട്ടർ റിംഗ് റോഡിന്റെ അക്വിസിഷൻ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. എത്രയോ കാലമായി. പിക്കൊക്കെ ബാബാസാഹിബുള്ള സമയത്ത് ആണ് ആ കുപ്പിക്കഴുത്ത് ആയി കിടന്നിരുന്ന പല സ്ഥലങ്ങളും അക്വിസിഷൻ നടത്തി വീതി കൂട്ടിയത്. ഇപ്പോഴും അത് പൂർത്തിയായില്ലല്ലോ. ഇവർ 20 കൊല്ലമായില്ലേ? 15 വർഷക്കാലം ഇവരെ മന്ത്രിസഭയില്ലേ? എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ചുണ്ടനും കപ്പനും ഇടയ്ക്കാണ് 20 വർഷം മുമ്പ് ഒരു സാധ്യത നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അന്നത്തെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു ഈ KP വത്സലന് മൃഗീയമായിട്ടുള്ള കൊന്ന ഒരു കാര്യം. എങ്ങനെയാണ് അന്നത്തെ ഒരു സാഹചര്യത്തെ കാണുന്നത്? അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പലരും പറയുന്നത് പോലെ CH അതിൽ വലിയൊരു പങ്കുണ്ട്, CH ഗുണ്ടകളെ അയച്ചു എന്നൊക്കെയാണ് ഒരു വലിയൊരു ആരോപണം. എങ്ങനെയാണ് ആ ആരോപണത്തെ എങ്ങനെയാണ് അത് കാണുന്നത്? ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് 100% വിജയിക്കും എന്ന് കരുതി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ മനുഷ്യരും അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് ആകസ്മികമായി ഈ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. സത്യത്തിൽ എൻ്റെ ഒരു പര്യടനം ആരംഭിച്ച ദിവസമാണ്. നമുക്ക് വളരെ ഞെട്ടലും വളരെ പ്രയാസവും ഉണ്ടാക്കിയൊരു സാഹചര്യമാണ്. പക്ഷേ ആ സംഭവത്തെ, ആ 2 ക്രിമിനലുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ അത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കണം. നിങ്ങൾക്കറിയോ, അന്ന് തൃശ്ശൂർ ജില്ലയുടെ CPMന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കണ്ണൂരുകാരനായിട്ടുള്ള EP ജയരാജനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ആയിരക്കണക്കിന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇറക്കി വന്ന് കലാപങ്ങൾ സൃഷ്ടിച്ചു. എത്രയോ മരണത്തിന്റെ മറവിൽ അത് അദ്ദേഹം നടത്തിയ പ്രചരണം അങ്ങനെയായിരുന്നു. ഞാൻ ഈ ഇപ്പോൾ ഇയാൾ പറയുന്നത് പോലെ തന്നെ ഗുണ്ടകൾ അല്ലെങ്കിൽ അക്രമകാരികളെ അയച്ചത് ഞങ്ങളുടെ ഒക്കെ അറിവോടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം. പക്ഷെ സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഒരു പ്രാദേശികമായിട്ടല്ല. അവിടെ ഒരു കൊടികുത്തിയ വിഷയം അതിനപ്പുറത്താണ് ഉണ്ടായത്. പക്ഷെ ഇവര് വന്ന് ഒരു കടയിൽ നിന്ന് ഇപ്പോൾ ഉള്ള ചെയർമാൻ AH അക്ബറും KP വത്സനും കടയിൽ നിന്ന് എന്തോ കഴിക്കുകയാണ്, സോഡ കുടിക്കുകയാണ്, എന്തോ കഴിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 ആളുകളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണ്. അവർ ഈ കൊടികുത്തിയ സ്ഥലത്തുള്ള ആളുകളുമല്ല, അതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പങ്കാളികളുമല്ല. ഇവര് വന്നിരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഒരു കടയിലിരുന്ന് സോഡ കഴിച്ച് അവിടെ നിന്ന് എന്തോ ഇത് സംസാരിക്കുന്നതിനിടയ്ക്ക് ആ കടയിലുണ്ടായിരുന്ന ആളുകളുമായി ഉണ്ടായ വാക്കുകൾക്കാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത്. അത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ആയിരുന്നില്ല. അല്ല, അത് പറഞ്ഞാണ് ഒരുപക്ഷെ UDFന് പിന്തുണക്കുന്ന ഒരു അനുഭാവികളൊക്കെ ആയിരിക്കാം. പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ഒരു സ്ഥാനങ്ങളിലോ ഒരു മെമ്പർഷിപ്പോ ഉള്ള ആളുകളൊന്നല്ല. ആ ആളുകളെ നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് അക്രമം അടിച്ചത്. ആ അക്രമം പകൽ സമയം കടകൾ കൊള്ളയടിക്കുക, കാറുകൾ വീടുകളൊക്കെ കത്തിക്കുക, എത്രമാത്രം ഭീകരമായ രീതിയിൽ അവിടെ അക്രമം നടത്തിയിട്ട് ഇവിടെ UDFന്റെ ആളുകളെ ഒറ്റപ്പെട്ടു. കാരണം അത്തരത്തിലൊരു മുനിസിപ്പൽ ചെയർമാനാണല്ലോ കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവർക്കും, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചുള്ള, മനുഷ്യർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വല്ലാത്ത പ്രയാസം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ സഹതാപം ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഇവർ നടത്തി അക്രമം നടത്തി ഇവിടുന്ന് UDFന്റെ ആളുകളെ ഒക്കെ നിശബ്ദരാക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ രണ്ടും നടത്തി ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് അന്ന് അവർ ജയിച്ചത്. അല്ലാതെ അവരുടെ ഒരു പിൻബലം, രാഷ്ട്രീയ പിൻബലത്തിൽ ജയിച്ചു എന്ന് പറയാൻ കഴിയില്ല.
അപ്പോൾ ആ സാഹചര്യമാണ് അന്നുണ്ടായത്. അതിപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ ഞങ്ങൾ അതൊന്നും പുറത്ത് പറയാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ അവർ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞങ്ങളത് പറയാത്തത്. ഇപ്പോൾ അവരുടെ ഈ പറയപ്പെട്ട ഇരകളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാം. ആ കുടുംബത്തിലെ ആ ഇരകളായിട്ടുള്ള ആളുകളുടെ കുടുംബം എന്താണ് അവരുടെ നിലപാടെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഇവരെങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തതെന്ന്, അവരോട് എന്ത് സമീപനമാണ് ഇവർ സ്വീകരിച്ചതെന്നൊക്കെ ഞാൻ അതിലേക്കൊന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം പറയണ്ടായി, ഈ പലയിടത്തും കേൾക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വരൂപിച്ച ഫണ്ട് ആ കുടുംബത്തിന് കിട്ടിയില്ല എന്നൊക്കെയുള്ള രീതിയിലും ഒക്കെ. അല്ല, ഞാൻ അതിലൊരു ആക്ഷേപമോ ആരോപണവും ഉന്നയിക്കുന്നില്ല. അതൊക്കെ അവര് പറയേണ്ടതാണ്. ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് അത്തരം വിഷയങ്ങളിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ഗുരുവായൂരിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ മണ്ഡലത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇനി അങ്ങയുടെ മനസ്സിലുള്ള ചില സ്വപ്നങ്ങളും പദ്ധതികളും? അല്ല, നമ്മുടെ PC ചാക്കോ MP ആകുന്ന സമയത്ത്, ശ്രീ ശരത് പവാർ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാകുന്ന സമയത്ത് അനുവദിച്ച ഒരു കൊൾപ്പടവുമായി ബന്ധപ്പെട്ട വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി എടുത്ത് മാത്രം ഉദാഹരണമായി പരിശോധിച്ചാൽ, ഈ നെൽകൃഷിയെ വളർത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളിലൊക്കെ, പൊന്നാനിയിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. തൃശ്ശൂർ ജില്ലയിൽ തന്നെ മണലൂർ ഭാഗത്ത് അത് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഗുരുവായൂരിലെ കുട്ടാടൻപാടം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ കൃഷി യാതൊരു രീതിയിലും മെച്ചപ്പെടുത്താൻ ഇവിടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഉൽപ്പാദന മേഖലയെന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റും മാർഗമില്ല, അതങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പുതിയ കാലത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ IT ഹബ്ബുകൾ, ഡിജിറ്റൽ ഹബ്ബുകൾ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് സ്പേസ് കൊടുത്താൽ മതിയല്ലോ. എത്രയോ ചെറുപ്പക്കാർ ഇന്ന് ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അവർക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്താൽ മാത്രം മതി. അവരിവിടെ വന്ന് ജോലി ചെയ്ത് കോർപ്പറേറ്റ് കമ്പനികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിനുള്ള സംവിധാനം നമ്മളിവിടെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇന്ന് കായിക രംഗം എന്ന് പറഞ്ഞാൽ മുരടിച്ചു പോയി. നിങ്ങൾ പുറത്തു നോക്കും, ചാവക്കാടിനെ സംബന്ധിച്ച് ചാവക്കാടിൻ്റെ പെരുമ എന്ന് പറയുന്നത് കായിക രംഗത്ത് ഈ കാജ ട്രോഫി എന്ന് പറയുന്നത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അത് വലിയ പേരുകേട്ട, കേരളത്തിലെ തന്നെ പേരുകേട്ട ഒരു കായികമേളയായിരുന്നു. ആ ചാവക്കാട്ട് ഇന്ന് ഒരു പന്ത് തട്ട ഒരു കളിസ്ഥലം ഇല്ലെന്നേ. ചാവക്കാട് ടൗൺ നോക്കൂ, ആയിരക്കണക്കിന് മനുഷ്യർ ഈ ബുധനാഴ്ചയും ശനിയാഴ്ചയും വന്ന് വ്യാപാരം നടത്തിയിരുന്ന മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും കഴിയാതെ അത്രമാത്രം ജനനിബിഡമായിരുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ചാവക്കാട്ടങ്ങാടി. അവിടെ ലോറികൾ വന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ലോറികൾ നിരനിരയായി വന്ന് ചരക്കര് നൂറുകണക്കിന് കയറ്റിറക്ക് തൊഴിലാളികളുണ്ടായിരുന്ന ചാവക്കാട്ട് അങ്ങാടിയുടെ കഥ എന്താണ്? ഒരു മനുഷ്യരില്ല, ഈച്ചയാർത്ത് അങ്ങനെ നിൽക്കുകയാണ്, ഒരു മനുഷ്യരില്ല. ഇതിന് തിരിച്ചോട്ട് വരണ്ടേ? അതുപോലെ ചാവക്കാടിൻ്റെ വികസനം നോക്കും. ഈ ഇപ്പോൾ ഗതാഗത കുരുക്ക് ഇത്രമാത്രം അനുഭവപ്പെടുകയാണ്. ഈ ചാവക്കാട് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇല്ലാതായിപ്പോയി. ചാവക്കാട് വികസിക്കുന്നതിനാണ് ബൈപ്പാസ് കൊണ്ടുവന്നത്. ആ ബൈപ്പാസിൻ്റെ ഇരുവശവും കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അന്നുണ്ടാക്കിയ ഒരു തീരുമാനമാണ്. അന്ന് ഭൂമി വിട്ടെടുക്കുന്ന ആളുകൾക്ക് അന്ന് നൽകിയ വാഗ്ദാനമാണ് ആ വിട്ടുകൊടുക്കുന്ന ഭൂമിയുടെ ബാക്കി വരുന്ന സ്ഥലങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുമെന്ന് അന്ന് ഞാൻ പറയുന്നു. ബഹുമാന്യനായ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ശ്രീ JB ജോർജ് മാഷ്, അദ്ദേഹം ഇതുപോലെ ഭയങ്കര ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഉൾപ്പെടെ RK ഉമ്മർക്കട് CPIയുടെ മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്നു അദ്ദേഹം. അതേപോലെ PK അബൂബക്കർ ഹാജി ഉൾപ്പെടെയുള്ള ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട് ആ കൂട്ടത്തിൽ, റോയൽ ആമുക്ക, അതുപോലെ PC മോദിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ കൂട്ടായിട്ട് അന്ന് ഒരു പൊതു കാഴ്ചപ്പാടുണ്ടായിരുന്നു ചാവക്കാടിൻ്റെ വികസനത്തിൽ. അവർ കൂടി ആലോചിച്ചിട്ടാണ് ഈ RV മജീദ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPMന്റെ സഹയാത്രികനാണ് അദ്ദേഹം. ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ചേർന്നാണ് ബൈപ്പാസിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പും ആ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടത്. അന്ന് കൊടുക്ക വാക്കാണ് ബാക്കി വരുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കെട്ടിടം നിർമ്മിക്കാൻ വരുന്ന സമയത്ത് അവിടെ മണ്ണടിക്കാൻ, ഭൂമി നികത്തുന്നതിന് വേണ്ടി മണ്ണടിക്കാൻ വന്ന സമയത്ത് ഒരാൾ ആ ലോറിയുടെ മുന്നിൽ പോയി കടന്നു. എൻ്റെ ശവത്തിന് മേലെ കൂടി മാത്രമേ ഇവിടെ മണ്ണടിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അയാളന്ന് ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു.
അദ്ദേഹം പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായി, പിന്നെ മുനിസിപ്പാലിറ്റി ചെയർമാനായി. ഇപ്പം അദ്ദേഹം MLA ആണ്. ഇത്തവണത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് ചാവക്കാടിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം നിന്ന, ഈ ചാവക്കാടിൻ്റെ വികസനം ഇങ്ങനെ തടയാൻ ഈ ചാവക്കാടത്തിന് ഏറ്റവും വലിയ പാരയായി നിന്ന മനുഷ്യൻ അദ്ദേഹം. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് വികസനത്തിൽ തടസ്സം ഉണ്ടായത് ആ ഒരു സംഭവത്തിലൂടെയാണ്. നോക്കൂ, ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുമതിക്ക് അപേക്ഷ നൽകിയ ആളുകളുടെ അനുമതി ഇവരെ അനുവദിച്ചു കൊടുത്തില്ല. ഈ ഇടതുപക്ഷ ഭരണക്കാർ അനുവദിച്ചു കൊടുത്തില്ല. കോടതിയിൽ പോയി അനുമതി വാങ്ങി. അവസാനം അതിനെയും ഇവർ അപ്പീൽ പോയി. വീണ്ടും ഹൈക്കോടതിയിൽ പോയി അനുമതി വാങ്ങി. ആ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അനുമതിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി കെട്ടിട നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ആരാണ്? ഈ ഇടതുപക്ഷത്തിൻ്റെ നഗരസഭാ ഭരണസമിതി നേതൃത്വമാണ്. ഇവരാണ് ഈ ചെയർമാൻ, അന്നത്തെ ചെയർമാൻ, ഇന്നത്തെ MLA, ഇവരൊക്കെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നു, ആർക്കാണ് ഇവരെന്ത് വികസനമാണ് ചാവക്കാടിനെ കുറിച്ച് പറയാനുള്ളത്? ഗുരുവായൂർ ക്ഷേത്ര നഗരിയുമായി ബന്ധപ്പെട്ട് എന്ത് വികസനമുള്ളത്? വളരെ ഈ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊക്കെ ഒരു ആക്ഷേപമായി ഉന്നയിച്ചു പോകാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാടും ചിന്തകളും വിഷനും ഉണ്ട്. അതൊക്കെ നമുക്കൊരു അവസരം കിട്ടട്ടെ, അത് നടപ്പിലാക്കാം. നമുക്ക് മറ്റുള്ളവരെ ആക്ഷേപിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഇത് നടപ്പിലാക്കി ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പത്രം ഞാൻ കണ്ടു. അദ്ദേഹം നടത്തിയ വികസന നേട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഈ മേൽപ്പാലം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായത്. അത് ശ്രീ KV അബ്ദുൽ ഖാദറിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്താണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. അല്ലാതെ ഈ NK അക്ബറിന് അതിലെന്താ പങ്കുള്ളത്? അത് പൂർത്തിയായത് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്ന ആരാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ്, ആ പത്രം ഒന്നും എടുത്ത് നോക്കുക നിങ്ങൾ. ഓരോ പാലത്തിന് വേണ്ടി ഇത്ര കോടി റുപ്യയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് ഭരണാനുമതിക്ക് അപേക്ഷ കൊടുത്തിരുന്നതാ. ഞാൻ പറയും, ഇത് ഏത് മനുഷ്യൻ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഞാൻ കൊടുത്തിട്ടുണ്ട് ഭരണാനുമതി കിട്ട ഒരു പ്രപ്പോസൽ, ഞാൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ. അതാണ് ഒരു വികസന നേട്ടം. വികസനം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപ്പോസലിന് അംഗീകാരം നേടി, അതിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും പ്രത്യേകാനുമതിയും വാങ്ങി, അതിന് ബജറ്റിൽ പ്രൊവിഷൻ ഉണ്ടാക്കി, അത് ടെൻഡർ ചെയ്തത് നടപ്പിലാക്കുമ്പോഴാണ് വികസനം സാധ്യമാകുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഭരണാനുമതി എന്നൊരു പ്രാഥമികമായ ഒരു സംഗതിയാണ്. അതുപോലും കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് അതിനൊരു അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞ് പ്രപ്പോസൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതാണ് വികസന നേട്ടമായിട്ട് എഴുതിയിരിക്കുന്ന കോടിക്കണക്കിന് റുപ്യയുടെ എണ്ണം. ഓക്കെ, ഇതേലെവലിൽ നിങ്ങൾ നോക്കൂ, ഇവർ കൊട്ടിഘോഷിച്ച സംഗതിയാണ് ഗുരുവായൂരിൽ അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കിയതാണ്. ആ അഴുക്കുചാൽ പദ്ധതിയുടെ സ്ഥിതി എന്താണ്? ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് എത്രയോ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി ഉണ്ടാക്കിയ ആ അഴുക്കുചാൽ പദ്ധതി നോക്കൂ. വലിയ തോട്, ഗുരുവായൂരിലെ വലിയ തോടിലെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. വലിയ തോടിലൂടെ ഒന്ന് നടന്നു നോക്കൂ. അവിടെ നിറയെ ഈ മാലിന്യങ്ങൾ ഇപ്പോഴും കുമിഞ്ഞുകൂടുകയും അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പരിഹാരമുണ്ടോ? അഴുക്കുചാൽ പദ്ധതിയുടെ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? അതല്ല, ഗുരുവായൂരിൻ്റെ നിലവിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ പദ്ധതി ഒരു കാരണവശാലും അത് തൃപ്തികരമായ ഒരു പരിഹാരമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അഴുക്കുചാൽ പദ്ധതി അമ്പേ പരാജയപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ വേറെ എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ അമൃത് പ്രസാദ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂരുണ്ടാക്കിയ ചില കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളുടെ ചിത്രം വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇതല്ലാതെ വേറെ ഒരു സംഗതി ജനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയും. ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സംഗതിയാണ് കുടിവെള്ളം. കുടിവെള്ള പദ്ധതിയിൽ ഇവർ ചെയ്ത അട്ടിമറി എന്താണെന്ന് PKK ബാബ സാഹിബ് MLA ആവുന്ന സമയത്താണ് കരുവന്നൂരിൽ നിന്ന് കുടിവെള്ളം, അവിടെ സർപ്ലസ് ആയിട്ട് വെള്ളം ലഭ്യമാണ്, അതിൻ്റെ റിസോഴ്സ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ ഗുരുവായൂരിലെ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. ആ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഇവർ അട്ടിമറി നടത്തി എന്ന് പറയുന്നത് അന്ന് കടപ്പുറം ഒരുമനിയൊരു പ്രദേശത്തേക്ക് കൂടി ഉൾപ്പെടെയാണ് ആ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത്. കടപ്പുറം ഒരുമനിയൊരു ഭാഗത്തെ അതിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ നിലവിലുണ്ടായി തൃത്താലയിൽ നിന്ന് വരുന്ന കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. തൃത്താലയിലെ വെള്ളമാണ് നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരുന്നത്. ആ തൃത്താലയിലെ വെള്ളം ഈ പദ്ധതി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ നിന്ന്
ഇവരെക്കാൾ സ്വാധീനമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് കുന്നംകുളം MLA ആയിട്ടുള്ള ശ്രീ AC മൊയ്തീൻ അത് അങ്ങോട്ട് കുന്നംകുളത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നടപ്പിലാക്കി. അവിടെ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾക്ക് ഈ തൃത്താല വെള്ളം ഇവിടെ നിന്ന് വെള്ളം തടഞ്ഞ് ഈ വെള്ളം കൊണ്ടുപോയി അവിടെ കൊടുത്തു. ഈ നിയോജകമണ്ഡലത്തിൽ കുടിവെള്ളം ലഭ്യമാക്കേണ്ട സാഹചര്യം നഷ്ടപ്പെടുത്തിയ ആരാണ്? ഇവരുടെ വികലമായ പദ്ധതി കൊണ്ടാണ് ഈ കുടിവെള്ളം. ഇപ്പോൾ നോക്കൂ, ഇത് വേനൽക്കാലമാണ്. ഈ വേനൽക്കാലത്ത് എത്ര മനുഷ്യരാണ്, എത്ര സ്ത്രീകളാണ് ഈ കുടിവെള്ളം ശുദ്ധജലം ലഭ്യമല്ലാതെ പ്രയാസപ്പെടുന്നത്. ഈ മനുഷ്യരുടെ ഒക്കെ വേദനയും കഷ്ടപ്പാടും അവരുടെ പ്രയാസങ്ങളൊന്നും ഇവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല, ഇവർക്ക് വിഷമമില്ലേ. അത്രമാത്രം സ്ത്രീകൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്. ഇവരിത് കട്ട് ചെയ്ത് ഇവിടുത്തെ വെള്ളം മുഴുവൻ കുന്നംകുളത്ത്, ഇവരെ പാർട്ടിയിലെ സ്വാധീനമുള്ള ആൾ എന്നുള്ളവർക്ക് അദ്ദേഹം കുന്നംകുളത്തേക്ക് കൊണ്ടുപോയി നോക്കി വെക്കാനേ ഇവർ കഴിഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് ഈ കടപ്പുറം ഭാഗത്തൊക്കെ അതിന്റെ ഒരു വലിയൊരു രൂക്ഷമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും മാത്രമല്ല നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ഒരുമനയൂര്, കടപ്പുറം, മേങ്ങണ്ടിയൂര്, അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മറ്റു പഞ്ചായത്തുകൾ, ഇവിടൊക്കെ ഉപ്പുവെള്ളങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. ഈ നിലവിലുള്ള ശുദ്ധജല ലഭ്യത എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളുമുണ്ട്. അതിന് പരിഹരിക്കാൻ കിട്ടുന്ന ഒരു അവസരം, ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ തീരദേശത്തെ സംബന്ധിച്ചാൽ തീരദേശത്തെ ജനങ്ങൾ അത് മാത്രമല്ല, മറ്റ് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നു. ഈ തീരദേശത്തെ ജനത എന്ന് പറഞ്ഞാൽ അവർ ഈ കടലാക്രമണത്തിൻ്റെ ഭീഷണിയിലാണ്. അവർക്ക് ജീവിതം, സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഒരു സംവിധാനമില്ല. എത്ര കാലമായി PKK ബാവ അവസാനമായിട്ട് നൽകിയ ഒരു കടൽ ഭിത്തിയുടെ ഫണ്ട് പദ്ധതി അല്ല, അതിന് ശേഷം ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. മണൽ കൊണ്ടുവന്നിടും. ഈ വലിയേറ്റം നടക്കുന്ന സമയത്ത് കുറച്ച് മണൽ കൊണ്ടുവന്നിടും, അത് ആ മണൽ ഒലിച്ചു പോകും, കഴിഞ്ഞു. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ വൃഥാവിലായി പോകുന്നു, നാശമായി പോകുന്നു എന്നല്ലാതെ ഒരു രീതിയിൽ അത് പ്രയോജനം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനർഗ്രഹം പദ്ധതിയുണ്ട്. ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. 10 ലക്ഷം രൂപ കൊടുത്ത് അവർക്ക് വേറെ സ്ഥലത്തേക്ക് മാറാൻ. ആ പുനർഗ്രഹം പദ്ധതിയിൽ എത്ര പേർക്ക് ഒരു വീട് കൊടുത്തു, സ്ഥലം കൊടുത്തു, എത്ര പണം കൊടുത്തു? വീട് സ്ഥലം കൊടുത്തില്ലെങ്കിൽ പണം കൊടുത്തു. നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. പിന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനമുണ്ട്. ആ മനുഷ്യരുടെ തൊഴിൽ പ്രതിസന്ധിയിലാണ്. അവർക്ക് ഈ ബോട്ടിൽ പോകുന്ന ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മണ്ണെണ്ണയുടെ സബ്സിഡി വെട്ടിക്കുറച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് ഇവർ ഗവൺമെൻറ് പകരം സംവിധാനം ഉണ്ടാക്കിയില്ല. സംസ്ഥാന ഗവൺമെൻറ് പകരം അതിന് സബ്സിഡി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒരു ഉറപ്പുമില്ല അവരുടെ ജീവിതം. അവർക്ക് ചെലവിനനുസരിച്ച് വരുമാനമുണ്ടോ? ഇല്ല. ഒന്ന്, ഈ മത്സ്യങ്ങൾ സംസ്കരിക്കാനും അത് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാമായിരുന്നു. ഒരു പദ്ധതിയില്ല. അതിനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട്. സാധ്യതയുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷമാണ്. ശ്രീമതി വിശാല ടീച്ചർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഞാൻ കൊടുത്തൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ മത്സ്യം ഇവിടെ നിന്ന് തന്നെ സംസ്കരിച്ച് കയറ്റി അയക്കാനും, ഇവിടെ തന്നെ വളമുണ്ടാക്കാനും, ഇവിടെ തന്നെ ഉണക്ക മത്സ്യം ഇവിടെ ഉണ്ടാക്കി പ്രോസസ്സ് ചെയ്ത് ഇവിടുന്ന് കയറ്റി അയക്കാനും എത്രയോ മനുഷ്യർക്ക് തൊഴിൽ ലഭ്യമാകുന്ന വലിയ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ പ്രവർത്തിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഹാർബർ അങ്ങനെ കിടക്കുകയാണ്. ഒരു ഹാർബറിൻ്റെ വികസനം നടന്നോ? ചാവക്കാട് പുത്തൻകടപ്പുറത്ത് മിനി ഹാർബർ ഉണ്ടാക്കാൻ പ്രപ്പോസലുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയുള്ള ഈ ഹാർബർ ഒന്നുകൂടി വികസിപ്പിക്കാൻ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തതാണ്. അവിടെയുള്ള മനുഷ്യർ, ഞാൻ പറയുന്നു, ഒരു സാമ്പത്തിക ശേഷിയുള്ളവരല്ല, പക്ഷെ അവർ ഈ നാടിൻ്റെ വികസനം നടക്കട്ടെ എന്നതിൽ സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്താണ്. അവർക്ക് ആ ഹാർബറിൻ്റെ വികസനം നടന്നിട്ടില്ല. ഇതിലൊന്നും ഇവർക്ക് താല്പര്യം. ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഭരണമാണ് പൂർത്തിയാക്കണം എന്നതിനപ്പുറത്തേക്ക് യാതൊരു കാര്യത്തിലും നാടിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു പരിപാടിയും ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. എങ്ങനെയാണ് ഇപ്പോൾ വളരെ ടൈറ്റാണ് മത്സരം, എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? മത്സരം ടൈറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്താണ് സംഗതി എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം അവരെ ഒന്ന് കൈപിടിച്ച് എനിക്കൊന്ന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം, എൻ്റെ പൊതുജീവിതം അവർക്ക് മുന്നിൽ അനാവൃതമായ തുറന്ന പുസ്തകമാണ്. എൻ്റെ ജീവിതം എന്താണെന്ന് അവർക്കറിയാം. അപ്പം ഞാൻ എന്നൊരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് അവർക്കും സങ്കല്പങ്ങളുണ്ട്. പക്ഷേ അവർക്ക് അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. അന്നത്തെ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ 2006 ആ ഒരു തെരഞ്ഞെടുപ്പ്, അന്നത്തെ ആകസ്മികമായ കൊലപാതകവും ആ വിഷയങ്ങളും മാറ്റി നിർത്തിയാൽ അവർക്ക് അതിന് പിന്തുണ നൽകാൻ
എനിക്ക് പിന്തുണ നൽകാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഇതൊരു അവസരമായി ഞാൻ കാണുന്നത് അവർ 100% എന്നെ പിന്തുണക്കും. അവർ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എന്നെ തിരിച്ചറിയുന്ന നാട്ടുകാരോ ആയിട്ടുള്ള ആളുകൾ 100% പിന്തുണക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മത്സരം ഒരിക്കലും ടൈറ്റായിട്ടോ ഒരു പ്രശ്നമായിട്ടോ തോന്നിയിട്ടില്ല. വളരെ അനായാസമായി ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയും. വളരെ ചുരുങ്ങിയ ഷെഡ്യൂളുള്ള അവരെ കാണാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊന്ന് വോട്ടർമാരെ കണ്ട് നിങ്ങളെ കൈയൊന്ന് പിടിച്ച് അവരോട് ആവശ്യപ്പെടണം, എനിക്ക് വേണ്ടി റഷീദാണ് നിങ്ങളുടെ കൈ പിടിച്ചത് എന്ന് പറഞ്ഞ് ഒരു വോട്ട് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും റഷീദാണ് കൈ പിടിച്ചത് എന്ന ധാരണയിൽ വന്നാൽ അവർ നിങ്ങളെ പിന്തുണക്കും, UDF വോട്ട് ചെയ്യും, കോണിക്ക് വോട്ട് ചെയ്യും, അങ്ങനെ വന്ന് വിജയിക്കും. ആ ഒരു ആത്മവിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ. ഒരിക്കലും എനിക്കൊരു പ്രയാസമോ ഒരു ടൈറ്റായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയിച്ചു കഴിഞ്ഞ അങ്ങ് സ്റ്റേജ് പറഞ്ഞൊരു വാക്കാണ് എനിക്കതിൽ ഭയങ്കരമായിട്ട് തോന്നിയത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്കൊരു സ്വപ്നം ഉണ്ടെന്നുള്ള ഒരു വാക്ക്, അതുപോലെയുള്ള ഒരു MLA ആയിട്ട് മാറട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ചേച്ചിയുടെ കുടുംബത്തെ പറ്റിയിട്ട് അതാ വൈഫ് എക്കണോമിക്സ് ടീച്ചറാണ്, പൊന്നാനിയിലാണ്. മകന് IT ആണ്. അവന് ഇൻഫോപാക്കില് സോട്ടി എന്ന് പറയുന്നൊരു കനേഡിയൻ കമ്പനിയിലാണ്. പിന്നെ മൂത്ത മകള് അയാള് റിസർച്ച് ചെയ്യായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞിപ്പം ഗൾഫിലാണ്. ഞങ്ങളുടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെയാണ് ഉള്ളത്. താഴെയുള്ള മോള് TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ്, അവിടെ ഉള്ളത്. ഈ ഓട്ടത്തിനിടയ്ക്ക് എല്ലാ ആളുകളെയും കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലേ? അതൊരു കുറവ് തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് ഉറപ്പാണ്, നമുക്ക് പരിചയവും ബന്ധവും അടുപ്പമുള്ളവരല്ലേ ഈ മണ്ഡലത്തിൽ എവിടെ നോക്കിയാലുള്ളത്. പക്ഷെ അത് കാണട്ടെ, നമ്മുടെ ഇടതുപക്ഷക്കാർ പോലും നമ്മൾ കാണുന്ന ആളുകൾ നമുക്ക് തരുന്ന പിന്തുണ ഉണ്ട്, വലിയ പിന്തുണ, ഭയങ്കര ഊർജ്ജമാണ്. ഇടതുപക്ഷക്കാരാണ് എനിക്ക് തോന്നുന്നു UDFന്റെ ആളുകളെക്കാൾ മുന്നിൽ നിന്നിട്ട് നമുക്കൊരു പിന്തുണ വരുന്നതിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ. അതിന് വേറെ കാരണമുണ്ട് കേട്ടോ. അവർക്ക് അവരുടെ പാർട്ടിയോടുള്ള അത്രമാത്രം ഇഷ്ടമുണ്ട്, അവരെ പാർട്ടിയോട്. ആ പാർട്ടി തവണ തോറ്റില്ലെങ്കിൽ അവരെ പാർട്ടി നശിച്ചു പോകുന്ന ഒരു തോന്നലുണ്ട്. ആ പാർട്ടി അനുഭാവികളുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു വികാരം ഭയങ്കരമായിട്ട്. അവരുടെ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവർ തോൽക്കേ മതിയാവും. അവർ ജയിച്ചാൽ ഈ പാർട്ടി നശിച്ചു പോകുന്നുള്ള ആശങ്കയും ആദ്യം അവർക്കുണ്ട്. അത് കാരണം അവർ തന്നെ കരുതുന്നത് അവരെങ്ങനെയും തവണ തോറ്റേ മതിയാവുന്ന. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിൻ്റെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് വലിയ പങ്ക് വഹിച്ചൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പല രീതിയിലും ജാതി വ്യവസ്ഥക്കെതിരായിട്ട്, തൊഴിൽ മേഖലയിലും സമത്വത്തിനും സാമൂഹ്യ നീതിക്ക് ഒക്കെ വേണ്ടി പോരാടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് നമുക്കറിയുന്നത്. നമ്മളാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ കോൺഗ്രസ്സാണ്, ലീഗാണ് എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതിലെ നന്മകളെയും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ മരിച്ചുപോയി. ഇപ്പോൾ പിണറായി പാർട്ടിയാണ്. ഞാൻ പിണറായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും കോർപ്പറേറ്റുകളെയും ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ച് ഭരണം നടത്തിക്കൊണ്ടുപോവുക എന്ന ഒരു അവസ്ഥയിൽ അവർ ഒതുക്കി എത്തിരിക്കുക. ശരിക്ക് ഈ MLA ആവണു, MP ആവണു, ഇതൊക്കെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ ജനിച്ച് ജീവിച്ച ഒരു സാഹചര്യമുണ്ട്. നമ്മളൊരു MLA ആയിട്ട് ഒരു 3 അക്ഷരം വെച്ചൊരു കാറിൽ ഇങ്ങനെ പോകാൻ ഉള്ള ആഗ്രഹക്കാരനല്ല. അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നണമില്ല. ഞാൻ കാണുന്നത് ഒരു അവസരം എന്നുള്ളവർക്ക് നാടിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അതൊരു അവസരമാണ്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വെച്ച് ഇതിൻ്റെ ഒരു വേനി, ഇതിൻ്റെ ഒരു സൗകര്യങ്ങൾ അനുഭവിക്കാനോ ഇതിൽ സാമ്പത്തികമായോ അല്ലാതെയോ ആയിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നത്തിൽ ഭാര്യയുണ്ട്, മകനുണ്ട്. അവർ 2 പേരും വരുമാനമുള്ളവരാണ്. അന്യമായ വരുമാനം 2 പേർക്കുണ്ട്. ഒരു കുടുംബം മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഇല്ലാതെ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെയധികം സംതൃപ്തനാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി ഞാൻ എവിടെ കൊണ്ടുപോകാനാണ്. ഈ MLA ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ചോദ്യങ്ങളോടൊക്കെ ഭയങ്കര അസഹിഷ്ണുതയാണ് പലപ്പോഴും. എന്താ ഈ റോഡ് നന്നാക്കിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ എന്താ അങ്ങനെ ചെയ്തില്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ കണ്ടു, ഏകണ്ടിയൂരിലൊരു വീഡിയോ കണ്ടു. നിലവിലുള്ള MLA
ഒരു വീഡിയോ ഞാൻ കണ്ടു. അയാളെങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കുടുംബയോഗങ്ങളിലൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞെന്തറിയാം, നിങ്ങൾ എന്നെ വഴിയിൽ തടഞ്ഞു വെച്ച് തെറി വിളിക്കണം ചെയ്തില്ലെങ്കിൽ. കാരണം അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്, അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. കാരണം അവരാണ് എന്നെ ഈ അവരുടെ പ്രതിനിധിയാക്കിയത്. ആക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷയുണ്ട്, ഞാൻ കൊടുത്ത വാക്കുണ്ട്, അത് നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ നിർവഹിക്കുന്നില്ല എങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അപ്പം അതിന് എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ഥാനത്ത് വന്നാൽ, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഈ സ്ഥാനത്ത് വന്നാൽ ഇന്നെങ്കിലും എന്നെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിൽ ഞാൻ പ്രകോപിതനായി എന്നൊരു വാക്ക് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രകോപിതനാവും എന്ന് കരുതണ്ട. ഞാൻ അവർക്ക് അവകാശം, അവർക്ക് ചോദിക്കാനും പറയാനും വിമർശിക്കാനും ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയും. വോൾട്ടയർ പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയാറുണ്ട്, ഐ റിഗ്രറ്റ് യുവർ ഒപ്പീനിയൻ ബട്ട് ഐ പാഷനേറ്റ്ലി ഫൈറ്റ് ഫോർ യുവർ റൈറ്റ് ടു സേ ഇറ്റ് എന്ന് പറയും. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു, എന്നാൽ എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ എൻ്റെ മരണം വരെ പോരാടും എന്ന് വോൾട്ടയർ പറഞ്ഞത്. അതൊരു അവകാശമാണ്, അത് അവരുടെ അവകാശമാണ്, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നിടത്തോളം, ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്നിടത്തോളം അവരുടെ അവകാശവും നമ്മൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്.